അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 100. 7 വർഷങ്ങളായി ഞാൻ ഉദ്ഹിയ്യത്തിൽ സംബന്ധിച്ച് വരുന്നു. ഓരോ വർഷവും മൃഗത്തിൻ്റെ 1/7 ഷെയർ എടുത്ത് ഞാൻ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഇനി ഞാൻ ഉദ്ഹിയ്യത്തിൽ സംബന്ധിക്കുന്നില്ല എന്നിങ്ങനെ ചില ആളുകൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2-3 തെറ്റിദ്ധാരണകളാണ് ഇങ്ങനെ പറയാൻ അവരെ പ്രചോദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന്, 7 വർഷം ഓരോ വർഷവും 1/7 ഷെയർ എടുത്ത് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചപ്പോൾ അവരുടെ ഉദ്ഹിയ്യത്ത് ഓരോ വർഷവും പൂർണ്ണമല്ല എന്നൊരു തെറ്റിദ്ധാരണയാണ്. അത് ശരിയല്ല. മാട്, ഒട്ടകം എന്നീ മൃഗങ്ങളിൽ 1/7 ഷെയർ എടുത്ത് നിർവഹിക്കുന്ന ഉദ്ഹിയ്യത്ത് പൂർണ്ണമായ ഉദ്ഹിയ്യത്ത് തന്നെയാണ്. പൂർണ്ണമായ ഉദ്ഹിയ്യത്തിൻ്റെ മിനിമം രൂപമാണത്. ഏഴ് വർഷം അങ്ങനെ 1/7 എടുത്ത് ചെയ്യുമ്പോൾ മാത്രമല്ല അത് പൂർണ്ണമായ ഉദ്ഹിയ്യത്താകുന്നത്. ഇനി അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അഫ്ളലായ രീതിയിൽ ഒരു മൃഗത്തെ പൂർണ്ണമായും കാശ് കൊടുത്ത് വാങ്ങി ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്ന പദവിയിലേക്ക്, അത്തരം പ്രതിഫലാർഹമായ ഒരു അമലിലേക്ക് 7 വർഷത്തെ 1/7 ഷെയറുകളെ കൊണ്ട് അവർ എത്തിയിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയായിരിക്കാം. അതും ശരിയല്ല. 7 വർഷം 1/7 ഷെയർ എടുത്തത് കൊണ്ട് 7 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു മൃഗത്തെ പൂർണ്ണമായും ബലി കൊടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല. ഓരോ 1/7 പ്രതിഫലം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ 1/7 ഷെയർ എടുത്ത് നിർവഹിച്ചാൽ അത് പൂർണ്ണമായ ഒരു ഉദ്ഹിയ്യത്ത് തന്നെയാണ്. 7 വർഷങ്ങളിലായി 1/7 വീതം നിർവഹിച്ചത് കൊണ്ട് അതൊരു അഫ്ളലായ ഒറ്റ മൃഗത്തെ അറിവ് നടത്തിയതിൻ്റെ പ്രതിഫലത്തിലേക്ക്, പദവിയിലേക്ക് എത്തുന്നും ഇല്ല. ഈ 2 അറിവുകൾ കൃത്യമായി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരില്ല. മാത്രവുമല്ല, അങ്ങനെ അഫ്ളലായ രൂപത്തിൽ ഒരു ഉദ്ഹിയ്യത്ത് പൂർണ്ണമായും പരിപൂർണമായും നിർവഹിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഉദ്ഹിയ്യത്ത് വേണ്ടതില്ല എന്ന ധാരണയാണ് മൂന്നാമതായി അവർ തിരുത്തേണ്ടത്. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് വാർഷിക കർമ്മമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കപ്പെടേണ്ടതല്ല. ഓരോ വർഷത്തിലും മടങ്ങി വരുന്ന സുന്നത്തായ അമലാണ് ഉദ്ഹിയ്യത്ത്. ബലിപെരുന്നാൾ സുദിനത്തിൽ ഉദ്ഹിയ്യത്തിന് യോഗ്യതയുള്ള ആളുകൾ, ശറഅ് മുന്നോട്ട് വെച്ചിട്ടുള്ള യോഗ്യത ഉള്ള ആളുകൾ അത് നിർവഹിച്ചിരിക്കണം. അപ്പോൾ ഓരോ ബലിപെരുന്നാൾ കടന്നു വരുമ്പോഴും ഈ വർഷം എനിക്ക് ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. അങ്ങനെ യോഗ്യതയുണ്ടെങ്കിൽ ഞാനത് നിർവഹിച്ചിരിക്കണം. അത് നിർവഹിക്കുന്ന സമയത്ത് എനിക്ക് പൂർണ്ണമായും ഒരു മൃഗത്തെ ഇറാഖത്തുദ്ദമ് ഞാൻ തന്നെ പൂർണ്ണമായും ഒരു മൃഗത്തെ കാശ് കൊടുത്ത് വാങ്ങി അങ്ങനെ അഫ്ളലായ രീതിയിൽ ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യണം. അതല്ല, മിനിമം രീതിയിൽ 1/7 ഷെയർ എടുത്ത് ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യണം. എങ്ങനെ ചെയ്താലും 1/7 ഷെയർ എടുത്ത് ചെയ്താൽ അതും ഒരു പൂർണ്ണമായ ഉദ്ഹിയ്യത്തായി. ഇനി ഒരു മൃഗത്തെ ഒന്നാകെ
അങ്ങനെ ബലി കൊടുത്താൽ അതൊരു പരിപൂർണമായ അഫ്ളലായ ഉലഹിയത്തായി എന്നല്ലാതെ ഈ വിധ ധാരണകളെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിദ്ധാരണകളൊക്കെ നീക്കി പുണ്യകർമ്മങ്ങൾ യഥോചിതം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.